നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ ഫിനാൻഷ്യൽ ഇയറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡുകളുടെ ഓഫറുകളും മറ്റ് ടേംസും എല്ലാം തന്നെ മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് രണ്ട് ബെസ്റ്റായിട്ടുള്ള ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളാണ്. കൂടുതൽ ആളുകളും നമ്മളോട് ചോദിക്കുന്നത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളാണ്. എന്നാൽ മറ്റു ചിലരാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡുകളാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ലൈഫ് ടൈം ഫ്രീ എന്നതിനാണ്. അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് ക്രെഡിറ്റ് കാർഡുകളാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് കൊടക്കിൻ്റെ ലീഗ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും പ്രധാന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലൈഫ് ടൈം ഫ്രീ ആണ്, അതോടെ നമുക്ക് മാറ്റി നിർത്താം. ഇത് കൂടാതെയുള്ള ബെനിഫിറ്റുകളിൽ പറയാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ 6 മാസം കൂടുമ്പോൾ 1,25,000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ PVRൽ നിങ്ങൾക്ക് സിനിമ കാണാനായിട്ട് 4 ടിക്കറ്റുകൾ ലഭിക്കും. അപ്പോൾ അങ്ങനെ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് പരമാവധി 8 ടിക്കറ്റുകൾ സൗജന്യമായിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ 2.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിരിക്കണം. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ആരെങ്കിലും കിട്ടി മിസ്യൂസ് ചെയ്യുകയാണ് എങ്കിൽ അത് കൃത്യമായിട്ട് 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ഇൻഷുറൻസ് കവറേജ് ലഭ്യമാണ്. 1.25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജാണ് ഇതിൽ ലഭ്യമാകുന്നത്. പിന്നെ റെയിൽവേ ടിക്കറ്റൊക്കെ എടുക്കുമ്പോൾ നമുക്ക് സർചാർജ് വൈവർ ഇതിൽ ലഭ്യമാണ്. ഇത് കൂടാതെ മറ്റു ചില ചെറിയ ഓഫറുകൾ കൂടി നമുക്ക് ഇതിലുണ്ട്. കൊടക്കിൻ്റെ ഈ ഒരു ലീഗ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡിന് അധികം നമുക്ക് ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ റിവാർഡ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ കുറവാണ്, പക്ഷേ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ഓഫറുകളുടെ ഒരു പെരുമഴ തന്നെ അതിലുണ്ട് എന്ന് പറയാം. പക്ഷേ ഈ ഒരു കാർഡ് അതിപ്പോൾ നമ്മൾ പരിചയപ്പെട്ട കൊടക്കിൻ്റെ ഈ ഒരു കാർഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കും. നിങ്ങൾക്ക് സിവിൽ സ്കോർ ഒരു 750 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനമാണ്. 5 ലക്ഷമാണ് വരുമാനം വേണ്ടത്, അത് നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്നാണ് വയസ്സാണ്. 21 മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. അപ്പോൾ അത്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് OTP കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം അവർ നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അവർ അനുവദിക്കും. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ്, അതുപോലെ ഇൻകം പ്രൂഫ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, നമ്മുടെ അഡ്രസ് പ്രൂഫ്, ഫോട്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നൽകേണ്ടത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറേയധികം റിവാർഡുള്ള അത് നല്ല രീതിയിലൊരു ബെനിഫിറ്റുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ്. അത് IDFCയുടെ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു മില്ലേനിയ എന്ന പേരുള്ള ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഈ ഒരു മില്ലേനിയ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലൈഫ് ടൈം സൗജന്യമായിട്ട് ലഭിക്കുന്ന, അതായത് ജോയിനിങ് ഫീയും ആനുവൽ ഫീയും ഇല്ലാതെ ലഭിക്കുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട കൊടക് ലീഗ് എന്ന് പറയുന്ന ആ ഒരു ക്രെഡിറ്റ് കാർഡും ഇതുപോലെ തന്നെ സൗജന്യമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു കാർഡിന് കുറേയധികം ബെനിഫിറ്റുകളുണ്ട്. അതേപോലെ തന്നെ ഇത് കിട്ടാൻ ചിലപ്പോൾ ചില ഏരിയകളിൽ ലിമിറ്റേഷൻസും ഉണ്ട്. എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. ഇതിൽ പ്രധാനമായിട്ട് പറയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 ഇരട്ടി റിവാർഡ് പോയിന്റുകൾ ലഭിക്കുന്നു. അതായത് നമുക്ക് ഏകദേശം 2% ക്യാഷ് ബാക്ക് ഇത് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ മിന്ത്ര പോലെയുള്ള അവരുടെ പാർട്ട്ണർ വെബ്സൈറ്റുകളിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അത് നല്ലൊരു ഗുണമുള്ള കാര്യമാണ്. നമ്മൾ നിരവധി സാധനങ്ങൾ ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യും. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ 90 ദിവസത്തിനുള്ളിൽ തന്നെ 15,000 രൂപയുടെ എങ്കിലും പർച്ചേസ് ഇത് ഉപയോഗിച്ചിട്ട് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് ലഭിക്കും. ഇനി മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ Paytm ആപ്പിലൂടെ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 25% പരമാവധി 100 രൂപ വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ നമുക്ക് 1399 രൂപ വില വരുന്ന റോഡ് സൈഡ് അസിസ്റ്റൻറ്റ് ഇതിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ലോൺ ജാക്സ് ആണ്. ലോൺ ജാക്സ് ഇതിൽ റെയിൽവേ ലോൺ ജാക്സ് കൂടി ലഭ്യമാണ്. ഞാനിതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല. ഇത്തരത്തിലൊരു ലോൺ ജാക്സിനെ പറ്റി നമ്മളധികം കേട്ടിട്ടുണ്ടാവില്ല. അത് ക്വാർട്ടർലി 4 എന്ന രീതിയിൽ ലഭ്യമാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ലോൺ ജാക്സ് 4 ലഭ്യമാണ് ക്വാർട്ടർലി തന്നെ. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ ക്വാർട്ടർലി 5,000 രൂപയെങ്കിലും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരിക്കണം. ഇനി മുതൽ അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തൊട്ട് മിക്ക ക്രെഡിറ്റ് കാർഡുകളിലും ഇത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ ടാക്സ് ഇനി മുതൽ കിട്ടാൻ സാധ്യതയുള്ളൂ. പല ക്രെഡിറ്റ് കാർഡുകളും അങ്ങനെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് 10% ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് പല പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്. ഫ്ലിപ്കാർട്ട്, അതുപോലെ മിന്ത്ര, അങ്ങനെ പല രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ നമ്മൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സൈറ്റുകളിൽ ഇതിലൊക്കെ നമുക്ക് 10ഉം 15ഉം ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭ്യമാകാൻ വേണ്ട യോഗ്യതയാണ്. നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും സാലറീഡ് ആണെങ്കിലും നിങ്ങൾക്ക് മാസം 25,000 രൂപയെങ്കിലും വരുമാനമുണ്ടെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. പക്ഷേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് മേലും ലഭിക്കും. ഏകദേശം 10-15 രൂപയൊക്കെ ഡിപ്പോസിറ്റ് ചെയ്താൽ പോലും IDFC ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു ഇപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ലിങ്കിൽ കൂടി നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം അവർ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് അത് പറയും.
അപ്പോൾ അത്തരത്തിലാണ് അവർ ചെയ്യുന്നത്. ഏകദേശം നമുക്ക് 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാം. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ID പ്രൂഫ്, അതുപോലെ തന്നെ പാൻ കാർഡിൻ്റെ കോപ്പി, ഇത്തരം ഡീറ്റെയിൽസാണ് നമ്മൾ നൽകേണ്ടത്. ജസ്റ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ OTP കൺഫേം ചെയ്ത് വെരിഫൈ ചെയ്യുക, പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക. ഇത്രയുമാണ് ഇതിന് ചെയ്യേണ്ടത്. അപ്പോൾ 2 ക്രെഡിറ്റ് കാർഡിൻ്റെയും ലിങ്കുകൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തൊട്ട് എല്ലാ ക്രെഡിറ്റ് കാർഡുകളെയും നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയ വീഡിയോകളിലുള്ള എല്ലാ ക്രെഡിറ്റ് കാർഡുകളുടെയും ഓഫറുകളൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക താല്പര്യമുള്ളവർ. അതിനുശേഷം കിട്ടിക്കഴിഞ്ഞാലൊന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ഇടുന്നത് നന്നായിരിക്കും.